ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ്വാമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പത്തനംമാറ്റിൻ്റെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ 25/4/25. ഓക്കെ. അപ്പോൾ എന്താ പറയുക, ദേവയാനി നയനിയും കനകയും അതുപോലെ നവ്യൊക്കെ കൂടെ അങ്ങനെ കാത്തിരിക്കുക. ഗോവിന്ദനെ കാണാനില്ല കേട്ടോ, മൂപ്പര് കടന്നു തോന്നുന്നു. അപ്പോൾ കാത്തിരിക്കുകയാണ് നന്ദുവിനെ. അപ്പോൾ പറയും, ഇത്ര നേരമായിട്ട് അവൾ വരുന്നുണ്ടോ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ പറഞ്ഞയക്കേണ്ടിയിരുന്നില്ല, ഒരു സമാധാനമില്ല വന്ന് കയറുന്നത് വരെ എന്ന് പറയും. അപ്പോൾ പറയും, പിന്നെ അതൊന്നുമല്ല പ്രശ്നമാ, അനിയങ്ങാനുണ്ടോ ഉണ്ടാവുമോ എന്നുള്ളതാണ് എനിക്ക് പേടി എന്ന് പറയും. പറഞ്ഞയക്കേണ്ടതില്ല എന്ന് പറയും. അപ്പോൾ എന്നാൽ അമ്മയ്ക്ക് പറയായിരുന്നില്ല, ഇന്ന് എന്തിനാ പിന്നെ അമ്മ പറഞ്ഞയച്ചെന്ന് നോക്കിയാണ് നയന. അപ്പോൾ പറയും, നമുക്ക് പറയായിരുന്നില്ലേ പോകണ്ടെന്ന്, ഞാൻ പറഞ്ഞാലും നീ പറഞ്ഞാലും ഒക്കെ ഒരേപോലെ തന്നെ നിനക്ക് പറയായിരുന്നില്ലേ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദു അങ്ങോട്ട് വരികയാണ്. നന്ദു വരുമ്പോൾ നയന ചോദിക്കും, കനക ചോദിക്കും, എന്താ അത്ര ലേറ്റായത്, നീ എന്താ വൈകി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞങ്ങൾ പിന്നെ കൂടെയുള്ള ഒരു പയ്യൻ്റെ വീട്ടിലായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടെ അവിടെ കൂടി പിന്നെ പടക്കമൊക്കെ പൊട്ടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ പറയും, ഞങ്ങൾ ഇത്രയും നേരം പേര് ഇവിടെ ഉറങ്ങാതെ കാത്തിരിക്കുക എന്നുള്ള ബോധമൊന്നും നിനക്കില്ലേ എന്നൊക്കെ ചോദിക്കും. അതിന് ഞാൻ വന്നില്ല അമ്മേ എന്ന് പറയും. അപ്പോൾ അനി അവിടെ ഉണ്ടായിരുന്നു ചോദിക്കും. അപ്പോൾ അനിയോ ഇല്ല, അനിയില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അറിയും. കള്ളം പറയണ്ടെന്ന് അറിയും കേട്ടോ നയന. ഇല്ല ചേച്ചി, അനിയില്ല അവിടെ, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയും. അങ്ങനെ വർത്താനൊക്കെ പറയും. അപ്പോൾ പറയും, ഇനി പോവരുത്, കഴിഞ്ഞില്ലേ, നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ നീ പോവുകയാണ്, ഇനി ആര് വന്ന് വിളിച്ചാലും നീ പോവരുത് എന്നൊക്കെ അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഓരോരോ പ്രശ്നങ്ങളാണ് എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയും, നീ വന്നേ എന്ന് പറഞ്ഞിട്ട് നയനെ വിളിച്ചും കൊണ്ട് പോവാണ്. വാ, എനിക്ക് ഇതിനോട് ഇത്തിരി സംസാരിക്കാണ്ട് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് റൂമിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് കുറേ അങ്ങോട്ട് ചീത്ത അറിയും. നീ കള്ളം പറയണല്ലേ, നിൻ്റെ കൂടെ അനി ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കിട്ടിയിട്ട് തന്നെ ഞാൻ നിന്നോട് ചോദിച്ചത്, കള്ളം പറയില്ല, സത്യം പറയേണ്ടി അറിയാം. അപ്പോൾ പറയും, ഇല്ല ചേച്ചി, പിന്നെ അനി ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ അറിയാം. അപ്പോൾ പറയും, ഇല്ല നീ കള്ളം പറയണം, നിൻ്റെ കൂടെ അനി ഉണ്ടായിരുന്നു, നിങ്ങളെ കൂടെ അനി ഉണ്ടായിരുന്നു, എനിക്കറിയാം, എനിക്ക് ശരിക്കുള്ള വിവരം കിട്ടിയിട്ട് തന്നെയാണ് നിന്നോട് ചോദിക്കുന്നത്, നീ കള്ളം പറഞ്ഞ് നിൻ്റെ മുഖത്ത് ഞാൻ അടിക്കും കേട്ടോ എന്നൊക്കെ അങ്ങനെ നയന പറയണം. കാരണം നയന ഒരിക്കലും അവളോട് അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല, അങ്ങനെ സ്നേഹിച്ച് കൊഞ്ചിച്ച് കൊണ്ട് നടന്നിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും ദേഷ്യം വന്നിരുന്നു. അപ്പോൾ പിന്നെ പറയും, വന്നിരുന്നു എന്നറിയും. അപ്പോൾ സത്യം പറയാണ് നന്ദു, അനി ഉണ്ടായിരുന്നു ചേച്ചി അറിയും. അപ്പോൾ പറയും, എന്നിട്ടാണോ നീ ഇല്ല എന്ന് പറഞ്ഞത് പറയും. ചേച്ചി, അനിയുടെ കല്യാണത്തിൻ്റെ തലേന്ന് അനി മദ്യപിച്ച് ആകെ പ്രശ്നം ഉണ്ടാക്കിയില്ലേ, അതുപോലെ പ്രശ്നമാക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് എന്ന് പറയും. അപ്പോൾ നിനക്ക് എത്രയും പേര് എല്ലാവരും കൂടെ പറഞ്ഞു നിന്നിട്ട് നീ അതെന്താ വില വെക്കാത്ത നന്ദു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, ഇങ്ങനെ ഇതാണ് പ്രശ്നം, നിങ്ങൾക്ക് അറിയില്ല അവൻ്റെ സ്വഭാവം, നിങ്ങൾക്ക് എന്നറിയോ, എന്തോ ആയിക്കോട്ടെ, അവനൊരു ഭാര്യയുണ്ട്, നീ ഇപ്പോൾ അവൻ്റെ പിറകെ നടക്കുന്നത് എന്തിനാണ്, അവനൊരു ഭാര്യയല്ലേ, എന്തൊക്കെയായാലും അനാമിക അവൻ്റെ ഭാര്യയല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും, അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല, അനി എന്നോട് പറഞ്ഞിട്ട് അവർ ബെഡ്റൂമിൽ രണ്ടായിട്ടാണ് കഴിയുന്നത് പിന്നെ ചേച്ചി അറിയും, അതിലറിയും. അപ്പോൾ നയന അതൊന്നും ഞെട്ടുണ്ട് കേട്ടോ. പറഞ്ഞു, അതൊന്നും ആയിക്കോട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല, നീ എന്തിനിപ്പോൾ അവിടെ പോയി എന്നറിയും. അപ്പോൾ പറയും, നിങ്ങൾക്ക് അവനെ പറ്റി അറിയാഞ്ഞിട്ടാണ്, അവൻ്റെ സ്വഭാവം എന്നൊക്കെ ഇങ്ങനെ പറയും, എന്തായിക്കോട്ടെ എന്നൊക്കെ പറയാം. മേലാൽ നീ അവനെ കാണാൻ പോവുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് ഇങ്ങനെ ഒരു ചേച്ചിയില്ലാന്ന് വിചാരിച്ചേക്ക്, നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ നയന. അല്ലെ നന്ദുവൊക്കെ അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ അനി ഇങ്ങനെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വിളിച്ചത് ഷൂ ഒരു വെച്ച് അങ്ങോട്ട് കയറുന്ന സമയത്താണ് ദേവയാനി സിറ്റ് ഔട്ടിൽ തന്നെ ഉണ്ടാവും, അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ചെല്ലുമ്പോൾ, നീ ഇത് എവിടെ നിന്നാണ് വരുന്നത് ചോദിക്കും. അപ്പോൾ ഞാനിങ്ങനെ രാകേഷിൻ്റെ ഒക്കെ വീട്ടിൽ പോയിരുന്നു അറിയും. ഇവിടെ ഒരു റൂളുണ്ട്, അത് എനിക്കറിയില്ലേ, ഈ റൂൾസ് 10 മണിയുടെ മുന്നേ വീട്ടിൽ കയറണം എന്നുള്ളൊരു റൂൾസ് ഇവിടെ ഉണ്ട്, ഇപ്പോൾ സമയം എത്രയും നോക്കും. അപ്പോൾ ഇങ്ങനെ വാച്ച് നോക്കിയിട്ട് പറയും 11 മണി കഴിഞ്ഞു പറയും. നിങ്ങൾ കുട്ടികൾ വളർന്നതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഇതൊക്കെ തെറ്റിച്ചിറങ്ങിയത്, അച്ഛൻ അത്രയും കർശനമായിട്ട് പറഞ്ഞിട്ട് നീ എന്തോ ഒരു വിലയും വയ്ക്കാത്തത്, അവിടെ നന്ദു ഉണ്ടായിരുന്നു വയ്ക്കുമ്പോൾ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കും, പറയടാ എന്ന് പറയും, നന്ദു ഉണ്ടായിരുന്നു പറയും. അപ്പോൾ ഒറ്റ അടി, കൈ വീശി ഒറ്റ അടി ഇങ്ങോട്ട് കൊടുക്കുകയാണ് അനിയുടെ മുഖത്ത്. അപ്പോൾ പറയും, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ കുട്ടിയുടെ പിന്നാലെ നടക്കരുത്, അവളെയും ഉപദേശിച്ചിട്ടുണ്ട്, എന്നിട്ടും അവൾക്ക് അങ്ങനത്തെ ഒരു വിചാരം ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ നിങ്ങൾ ഉള്ളിടത്തേക്ക് അവൾ വരുമായിരുന്നു, അവളെ എത്ര ഉപദേശിച്ചിട്ടുണ്ടെന്ന് അറിയൂ, വരരുതെന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ പറയും. അപ്പോൾ പറയും, പിന്നെ നിന്നെ കാത്തൊരു പെൺകുട്ടിയുണ്ട് റൂമിൽ ഉറങ്ങാതെ കാത്തിരിക്കണു, നീ ഒന്ന് പോയി നോക്കടാ എന്ന് പറഞ്ഞിട്ട് ചീത്ത കുറേ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി അറിയും, വല്യമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാണ് അവളുടെ സ്വഭാവം, ആ വല്യമ്മ ഒന്ന് പോയി നോക്കപ്പോൾ അവൾ കടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും, അവൾക്ക് എന്നോടൊരു സ്നേഹമില്ല വല്യമ്മ എന്നൊക്കെ പറയും. നീ അവളെ സ്നേഹിക്കുമ്പോൾ അവൾ നിന്നെ തിരിച്ചും സ്നേഹിക്കും, നിനക്കൊരു സ്നേഹമില്ലാണ്ട് കണ്ണി കണ്ട പെൺകുട്ടികളുടെ പിറകെ തിരിഞ്ഞ ഏത് പെണ്ണാടാ നിന്നെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ പറയും,
പിന്നെ എന്താണ് അപ്പോൾ നന്ദുവിൻ്റെ കാര്യം ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയാം നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ പോവുകയാണ്. പിന്നെ എന്താണ് നയനയോട് ആദ്യം നിന്റെ അത് ഏട്ടന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല, എനിക്കും അവളെ ഇഷ്ടമുണ്ടായിരുന്നില്ല, ഇപ്പോഴും എനിക്ക് അവളെ ഇഷ്ടമല്ല, പക്ഷേ എന്നിട്ട് ഇപ്പോൾ അവർ തമ്മിൽ വളരെ സ്നേഹമായില്ലേ എന്നൊക്കെ ചോദിക്കും. അതിന് നയനടുത്തേക്ക് നല്ല മനസ്സാണ്, നയനടുത്തേക്ക് എല്ലാവരും സ്നേഹിക്കാനുള്ള ഒരു മനസ്സാണ്, ഇവൾക്കതില്ല. ഇവൾക്ക് വേറെ എന്തോ ആണ് ഉദ്ദേശം. അവരുടെ വീട്ടുകാർ മുഴുവൻ ഫ്രോഡുകളാണ്, വല്യമ്മയ്ക്ക് അത് അറിയാഞ്ഞിട്ടാണ് എന്നൊക്കെ പറയും. അപ്പോൾ പറയും നീ അവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ പറയണ്ട, നിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അവളെ ജീവനാണ്, എനിക്കും അവളെ ഇഷ്ടമാണ്, എന്നിട്ടും നീ എന്തിനാണ് ഇങ്ങനെ പിന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിലേക്ക് തന്നെ പോണത് എന്നൊക്കെ ചോദിച്ച് കുറേ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് അടി കിട്ടി, അതിൽ കുറേ സങ്കടപ്പെടുന്നുണ്ട്. എന്നിട്ട് അവസാനം പറയും ഇനി മേലാൽ ഞാനിത് എന്തെങ്കിലും അറിഞ്ഞിട്ട് നാളത്തെ വിഷുവാണ്, ഞാൻ വിഷുവാണെന്നൊന്നും ഓർക്കില്ല, ഞാൻ എന്താ ചെയ്യാമെന്നറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അനി പോകുന്ന സമയത്ത് മോനെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ വല്യമ്മയ്ക്ക് അത്രയും ദേഷ്യം വന്നിട്ട് അടിച്ചത് പറഞ്ഞിട്ട് ഇങ്ങനെ മുഖം ഇങ്ങനെ തടവി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പാവം തോന്നും നമുക്ക്. അപ്പോൾ പറയും സാരമല്ല മോൻ ക്ഷമിച്ചേക്ക്, മോൻ ഇനിയെങ്കിലും നന്നായി ജീവിക്കണം, അതുകൊണ്ടല്ലേ നീയും എനിക്ക് ആദർശം ഒരുപോലല്ലേ, പിന്നെ നീ എന്താണ് ഇങ്ങനെയെന്നൊക്കെ പറയുന്നത്. സാരമില്ല വല്യമ്മ, എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നീ പോയി കിടക്കുക എന്നിട്ട് അങ്ങനെ വിടുകയാണ്. അപ്പോൾ ഇങ്ങനെ അവരിങ്ങനെ കരയുന്നുണ്ട്, ദേവയാനി തല്ലും ചെയ്തു, അവരിങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ചെല്ലുന്ന സമയത്ത് ആദർശ് ലാപ്ടോപ്പും കൊണ്ട് ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കണ്ടാവില്ല, അയാൾ കറന്നിട്ടൊന്നുമില്ല. അപ്പോൾ അവനെ കാണും, നീ ഇത് എവിടെയായിരുന്നു നീ എവിടെ നിന്നാണ് വരുന്നത് വയ്ക്കുമ്പോൾ അവനവിടെ നിൽക്കും. അപ്പോൾ നിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കണമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ കവിളിങ്ങനെ തടവുകയാണ് അനി. അപ്പോൾ പറയും എന്താടാ നിനക്ക് അടി കിട്ടി വയ്ക്കും. അപ്പോൾ എന്നറിയും. അപ്പോൾ ആരെ തല്ലിയത് എന്ന് ചോദിക്കുമ്പോൾ തല്ലേണ്ടവർ തന്നെയാണ്, അവകാശമുള്ളവർ തന്നെ തല്ലിയായിരിക്കും, അമ്മയാണ് വയ്ക്കും. അപ്പോൾ എന്നറിയും. അപ്പോൾ എന്തിനാണ് നിന്നെ തല്ലിയത് എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ നീ നന്ദുവിനെ കാണാൻ പോയിരുന്നു വയ്ക്കുമ്പോൾ അത് നിനക്ക് എന്താണ് എത്രയും പറഞ്ഞാൽ മനസ്സിലാവാത്തത്, നീ എന്താ ഇങ്ങനെ ഇത്, അമ്മ തരേണ്ടതല്ലേ ഞാൻ തരേണ്ടതായിരുന്നു, അത് അമ്മ തന്നുകൊണ്ട് ഇനിയിപ്പോൾ എനിക്കതിൻ്റെ ഇതില്ലല്ലോ എന്നറിയും. നിനക്ക് എത്ര പറഞ്ഞാലും നിനക്ക് എന്താ മനസ്സിലാവാത്തത്, നിനക്കൊരു ജീവിതമല്ലേ, നീ എന്താ അത് മനസ്സിലാക്കാത്തത്, നിനക്ക് 3 ബ്രാഞ്ചുകൾ ഞാൻ തന്നിട്ടുണ്ട് അത് നോക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ നീ ഭംഗിയായി ചെയ്യുന്നുണ്ട്, പക്ഷെ നീ എന്താ ഇങ്ങനെ കുട്ടികളെയും കളിച്ചുകൊണ്ട് നടക്കണ്ട, നീ നന്ദുവിൻ്റെ കൂടെ പോകരുതെന്ന് എത്ര വട്ടം പറഞ്ഞു എന്നൊക്കെ പറയും. അപ്പോൾ പറയും ഏട്ടാ പിന്നെ എന്നെ ഒട്ടും സ്നേഹിക്കാത്തൊരുവളെയാണോ ഞാൻ സ്നേഹിക്കേണ്ടതെന്ന് പറയും. അപ്പോൾ പറയും നിനക്ക് ചേട്ടനെ അറിയാഞ്ഞിട്ട് അവളുടെ സ്വഭാവം, അവൾക്കും കുറേ ബോയ് ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് എന്നറിയും. ഇപ്പോൾ നീ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്ന പോലെ അവൾ ആരെങ്കിലും സ്നേഹിച്ച് കഴിഞ്ഞാൽ നിനക്കും തോന്നുന്നു, എനിക്ക് അപ്പോൾ പറയും എനിക്ക് പ്രത്യേകിച്ചും തോന്നില്ല, കാരണം ഏട്ടൻ അവളുടെ ഫോണൊന്ന് എടുത്ത് നോക്ക്, അതിൽ മുഴുവൻ ആൺകുട്ടികളാണ് അവളുടെ ഫ്രണ്ട്സായിട്ടുള്ളത്, അവൾ ക്ലബിലും പോകുന്നുണ്ട്, പിന്നെ അതൊന്നും നമുക്കറിയില്ലല്ലോ ഏട്ടാ, അങ്ങനെ പലരുമായി അവൾ ചുറ്റിത്തിരിയുന്നുണ്ട്, ഇതൊന്നും ഞാൻ അന്വേഷിക്കില്ല, എന്തോ ആയിക്കോട്ടെ, ഞാൻ അവളുടെ കാര്യങ്ങളിൽ ഇടപെടാനേ നിൽക്കുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ പറയും അങ്ങനെ പറ്റില്ല, നീ ഒരു ഭർത്താവാണ്, നീ അത് മനസ്സിലാക്കുക, നീ എന്തിനാ നാളെ അവൾ SI സെലക്ഷൻ SI ആയി തിരിച്ച് വന്ന് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവളെ നല്ലൊരു പിന്നെ ആളുമായിട്ട് അവളുടെ കല്യാണം നടത്താനുള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ എന്ത് പറഞ്ഞാലും തന്നെ നന്ദു എന്നുള്ളൊരു ഒറ്റ ഇതുള്ളൂ അങ്ങനെ. അപ്പോൾ പറയും നീ ഒന്നും കൂടെ മനസ്സിലാക്കുക നീ കുറച്ചും കൂടെ പക്വതയോടുകൂടി കാര്യങ്ങൾ കാണുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും അവൻ പറയും ഏട്ടാ നമുക്ക് ചേർന്ന പെണ്ണല്ല, അവളുടെ അച്ഛൻ തനി ഫ്രോഡാണ്, ശരിക്കും അവരുടെ പിന്നാമ്പുറ കഥകളൊക്കെ ഒന്ന് ചെകഞ്ഞ് ചെന്ന് നോക്കിയാൽ കാണാം അവരെ പറ്റിയിട്ടുള്ള. അവൾക്ക് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ 5-6 ആണുങ്ങളായിട്ട് പ്രേമമായിരുന്നു, അതൊക്കെ ശരിക്കുള്ള ഇതായിരുന്നു, അവരൊക്കെ തേച്ചിട്ടാണ് അവളെ എൻ്റെ പിന്നാലെ വന്നത് എന്നൊക്കെ പറയും. അപ്പോൾ അന്നേ ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ഈ കല്യാണം വേണ്ടെന്ന്, അത് മുത്തശ്ശൻ പോയിട്ട് അവിടെ പിന്നെ വാക്കും കൊടുത്തിട്ട് പോകുന്നത് കൊണ്ടല്ലേ, അവർക്ക് അതുമായിരുന്നു ആവശ്യം, ഇവിടുത്തെ സ്വത്തിനോടാണ് അവർക്ക് താല്പര്യം, അല്ലാണ്ട് ഒരു ഭർത്താവല്ല അവൾക്ക് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയും എന്തോ ആയിക്കോട്ടെ, കല്യാണത്തിന് മുന്നേ എന്തോ ആയിക്കോട്ടെ, അത് കഴിഞ്ഞത്തെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ നമുക്ക്, നീ അത് ശ്രദ്ധിക്ക്, നീ കല്യാണത്തിന് മുന്നേ അവളെ ആരും സ്നേഹിച്ചോട്ടെ, ഓക്കെ, കല്യാണത്തിന് ശേഷം നോക്കിയാൽ പോരെ, അതെന്താ നീ മനസ്സിലാക്കാത്തതെന്നറിയാം. അപ്പോൾ ഏട്ടനത് അറിയാഞ്ഞിട്ടാണ്. പറയും എന്തായാലും എൻ്റെ ജീവിതം തൊലഞ്ഞു എന്നറിയാവൻ, എൻ്റെ ജീവിതം അവസാനിച്ചു ഇവിടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ട് പോവുക. അപ്പോൾ അനിയെന്ന് വിളിക്കുന്നുണ്ട്, അതും പറഞ്ഞ് സങ്കടപ്പെട്ട് കണ്ണും തുടച്ച് പാവം പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ നയനയും നന്ദു ഇങ്ങനെ കിടക്കുന്നുണ്ട്, നന്ദുവായിട്ട് പിണങ്ങിയ പോലെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഉറക്കല്ല, നയന അങ്ങോട്ട് തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണ്. അനിയും വന്ന അപ്പുറത്ത് കിടന്ന അനാമിക ഉറക്കം ഒഴിച്ച് നിന്നെ കാത്തിരിക്കുന്ന ഭാര്യ എന്ന് പറഞ്ഞാൽ അവൾ നല്ല സുഖമായിട്ട് കൂർക്ക വലിച്ച് കിടന്നുറങ്ങുകയാണ് കേട്ടോ. അതിൽ
പിന്നെ നമ്മൾ നീച്ച് കഴിഞ്ഞിട്ട് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കുകയാണ് നമ്മളുടെ നന്ദുവിൻ്റെ ഫോണിലേക്ക് അനി. അപ്പോൾ അത് എടുക്കുന്നത് നയനയാണ് എടുക്കുക. അപ്പോൾ നയന പെട്ടെന്ന് എടുത്ത് നോക്കുമ്പോൾ നന്ദു അനിയാണല്ലോ മെസ്സേജ് അയച്ചത്. അവനെന്ത് ഈ നേരത്തെ അവൾക്ക് മെസ്സേജ് അയക്കുന്നത് ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞിട്ടാണ് മെസ്സേജ്. ഇത് അത്ര നല്ല പ്രവണതയല്ല, ഇത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല, എത്ര പറഞ്ഞാലും ഇതവർക്ക് മനസ്സിലാവാത്തത് പറഞ്ഞിട്ട് ആ ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ ബെഡിൽ ഇരിക്കുകയാണ് നയന. ഇനിയിപ്പോൾ അങ്ങോട്ട് വിളിക്കണോ വേണ്ടിയോ എന്നുള്ളതിൽ. അപ്പോൾ അനി നീച്ചിട്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് പോരുക, ഫോണും എടുത്തിട്ട് പുറത്തേക്ക് വരുന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നീല ടിക്ക് വേണ്ടിട്ടുണ്ട്. അപ്പോൾ പറയും അവളെന്താ എനിക്ക് റിപ്ലൈ തരാത്ത, അവൾ കണ്ടിട്ടുണ്ടല്ലോ, എന്താ റിപ്ലൈ തരാത്തത്, നീ വിളിക്കണോ വേണ്ടിയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫോണും പിടിച്ച് നിൽക്കണം, എന്താ ഇവർക്ക് എത്ര പറഞ്ഞാലും എന്ത് ഈ കുട്ടികൾക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ പറയും എൻ്റെ അടുത്ത് തെറ്റ് പറ്റിയോ, സ്നേഹിക്കുന്നവരെ. അപ്പോൾ ഇങ്ങനെ നന്ദുവിനെ നോക്കുമ്പോൾ നന്ദു ഇങ്ങനെ കടന്നുറങ്ങും. അപ്പോൾ പറയും എൻ്റെ അടുത്ത് തെറ്റ് പറ്റി, ഈ സ്നേഹിക്കുന്നവരെ പിരിക്കേണ്ടിയിരുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ നന്ദു നയന സ്വയം മനസ്സിലിങ്ങനെ പറയുകയാണ്, അവരെ പിരിക്കേണ്ടിയിരുന്നില്ല, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ആയതെന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പുലർച്ചയായി. പിന്നെ ഭഗവാനെ കണി കാണാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളൊക്കെ ആക്കി വെച്ചിട്ടാണ് തലേ ദിവസം അവർ കിടന്നിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരെ അപ്പോൾ കനക പോയിട്ട് നയനേനെ ഇങ്ങനെ കണ്ണും പൊത്തി കൊണ്ടുവരികയാണ് കണി കാണിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നവ്യേനെ നന്ദുവും കൊണ്ടുവരികയാണ്. അപ്പോൾ അച്ഛനെ എവിടെ വയ്ക്കുമ്പോൾ അച്ഛൻ കണി കണ്ടു കഴിഞ്ഞിട്ട് കടയ്ക്ക് പോയിരിക്കുകയാണ് മോളെ എന്ന് പറയും. അങ്ങനെ എല്ലാവർക്കും വിഷുക്കൈനീട്ടമൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ പിന്നെ കനക. മക്കൾക്ക് 3 ആൾക്കും വിഷുക്കൈനീട്ടമൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പോയിരിക്കുന്നു, ഇങ്ങനെ എന്തോ കടയ്ക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ പോണത്. എന്തായാലും നമ്മളെ അനിയുടെ മുഖം അടച്ചൊരടി കൊടുത്തിട്ടുണ്ട് ദേവയാനി. എന്തായാലും ഇന്നത്തെ പത്തരമാറ്റ് മിസ് ചെയ്യാണ്ട് കാണുക. വിഷു കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ വിഷു, അതുകൊണ്ട് ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ രാധാസ്വാമി കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഒരു ലൈക്കൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്, അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ പിന്നെ കമൻറ്റുകളും പറയണം കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ വേറെയും വീഡിയോസ് ഇടുന്നുണ്ട്, നിങ്ങളൊക്കെ ഒന്ന് കാണണം, അപേക്ഷയാണ് കേട്ടോ. നിങ്ങളാരും നിരസിക്കരുത്. ഓക്കെ, പിന്നെ എന്താ പറയുക, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് താങ്ക് യു.